അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ? അൽഫാം ഉണ്ടാക്കാണ്. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ റിസു പറഞ്ഞ മാതിരി അൽഫാം ഉണ്ടാക്കാണ് കേട്ടോ. രാത്രി എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മളിവിടെ അടുപ്പിലാണ് കേട്ടോ അൽഫാം ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഉമ്മച്ചി ഇവിടെ തീ കൂടിയാണ്ട് കനലുണ്ടാവാനും വേണ്ടിയിട്ട് ചിരട്ട അങ്ങനെ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അടുപ്പക്ക്. എന്നിട്ട് പിന്നെ ചിക്കനൊക്കെ ഇങ്ങനെ വെച്ചെടുത്ത് ഗ്രില്ല് ചെയ്യാൻ വെക്കുകയാണ് ഇവിടെ. റിസു ആണെങ്കിൽ ഇവിടെ നിന്ന് നീച്ചണില്ല കേട്ടോ, ഇവിടെ അൽഫാമിന് കാവലെടുത്തിരിക്കുകയാണ്. പിന്നെ അൽഫാം അവിടെ ആവുന്ന ടൈമിൽ നമ്മളിവിടെ ചായ കുടിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മൾ ചായ കുടിക്കാൻ ഇരിക്കുന്നത്. ചായക്കടിയായിട്ട് നമുക്കിവിടെ ചക്കപ്പൊരിയും പിന്നെ ചിപ്സൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ എൻ്റെ വക ഒരു കടി ഉണ്ടാക്കിട്ടോ. ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു ഇതിലിങ്ങനെ ഉണ്ടാക്കിയാണ്. എന്തൊക്കെയാണ് മസാല മുട്ട, ഞാൻ ഇട്ട പേര് മസാല മുട്ട, പേര് മസാലയാണ്. പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ചക്കപ്പൊരിയും ചിപ്സൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ അതൊന്നും ഇപ്പോൾ നമുക്ക് വേണ്ട, ബിക്കോസ് ഓഫ് ദിസ്. ഇതുണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ട കേട്ടോ. ഇത് നല്ല രസമുണ്ട് ഇങ്ങനെ കഴിക്കാൻ. ഞാൻ ഉണ്ടാക്കേണ്ടി പറയുന്നല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളി. റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, നമ്മളിടും. നിങ്ങൾ പറഞ്ഞാൽ എന്തോ ഇടും. നമ്മൾ കഴിക്കാണ്. തിന്നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ, സെറ്റ് സാധനം. ഇത് നമുക്ക് ഉമ്മച്ചിക്കൊക്കെ കൊടുക്കാം. ടേസ്റ്റ് ഉണ്ട്, നമ്മൾ എന്തുണ്ടാക്കിയാലും കൊടുക്കണ്ടേ എല്ലാവർക്കും, അതേമാതിരി. പിന്നെ നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ, അതവിടെ ആവണുള്ളൂ. പിന്നെ ഉമ്മച്ചി ഇവിടെ മന്തിക്കുള്ള അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ റെഡി ആവട്ടെ. ഇവിടെ അടുത്തത്തെ ട്രിപ്പിനുള്ള അൽഫാമിൻ്റെ ചിക്കൻ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ മന്തി ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. തുമ്പട്ടെ അൽഹംദുലില്ലാ പറഞ്ഞ റിസോടെ പാത്രമൊക്കെ എടുത്ത് റെഡിയാക്കി കുത്തിരിക്കാൻ കേട്ടോ. എടാ എപ്പോഴൊന്നും ആവൂല, കുറേ ടൈം വേണം ആവാൻ. ആണോ എഗ് അൽഫാം? തിന്നോക്കടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. തിന്നോ, അനക്കെന്താ ഉണ്ടാക്കാൻ പറ്റൂല? ചിക്കനിലാറെ എഗ് രസം കേട്ടോ. എമ്മി നല്ല ടേസ്റ്റ് ഉണ്ട് ഗായ്സ്. ഇതാ എടുക്കി തിന്നോക്കി. നിങ്ങൾ അൽഫാമിന്റെ മസാല കൊണ്ട് ഉണ്ടാക്കി. എങ്ങണ്ട്? ഉപ്പില്ലാന്നോ? എത്ര കാലം ഉപ്പിട്ടു ഞാന്. എനിക്ക് കരിഞ്ഞ മാത്രം തരുള്ളൂ. ലെഗ് പീസ് കരിഞ്ഞാ മതി. ലെഗ് പീസ് റിസുവിനാണല്ലോ. നമ്മളതിന് നമ്മൾ വലിയൊരു പീസ് എടുത്തു കേട്ടോ. റിസു പറഞ്ഞിട്ട് നമുക്ക് രണ്ടാക്കും ഒറ്റയ്ക്ക് ടേസ്റ്റ് ഒക്കെ കേട്ടോ. റുബിനോട് പറയണ്ട കേട്ടോ, റുബിനോട് വിഷുവിനോടും. ചൂടുണ്ടാവും, അടുപ്പം നിർത്തിട്ടുള്ളൂ ഇപ്പോ. ഇത് ചൂടില്ല, ഉണ്ട് വന്നിക്കണ കറുമുറൊന്നല്ല ചെറു. അൽഫാമാണ് കുട്ടിയത്. ഏതൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഗായ്സ്. ഏരില്ലടത് വീഡിയോ ഒക്കെ വന്ന് വലിയ നല്ല രസമുണ്ട്.
എനിക്കല്ലേ എരുണ്ടായിരുന്നു ഞങ്ങളെന്നാ നല്ലോണം വന്നിക്കണ് എനിക്ക് ഞങ്ങളുടെ വേഗണ്ടേ താത്താനെ കാണാതെ എന്താണ് താത്ത വന്നു. അങ്ങനെ നമ്മുടെ അൽഫാം ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതീത്ത് ആയതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നടുവിൽ വെച്ചൊക്കെ പെട്ടെന്ന് ആയിട്ടോ. അപ്പം അതിങ്ങനെ എമ്മച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. കത്തിക്കാനുള്ള ചിരട്ട കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞു. പോയി കൊണ്ടുവരട്ടെ കേട്ടോ. മേലെ ഓപ്പൺ ടെറസിലാണ് നമ്മളെ ചിരട്ടിയും വറകൊക്കെ. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ പോകുകയാണ്. ദിസ് ഈസ് അവർ ഓപ്പൺ ടെറസ്. ഇവിടേക്ക് ചെരുപ്പിട്ട് ഇറങ്ങണം. ഇവിടെ നല്ല കഥ. ഒരു ചെരുപ്പ് ഇതാ ഇവിടെയും ഒരു ചെരുപ്പ് ഇതാ ഇവിടെയും. ചെരുപ്പിടണം വെറുതെ ഇപ്പോൾ ചെരുപ്പിട്ട് ഇതാക്കും. ചിരട്ട ഇവിടെ, ഈ മറ്റേ സാധനം ഇവിടെ, വറക് ഇവിടെ ഒക്കെ ഇവിടെ തന്നെയാണ്. നല്ല രസമാണ് ഇവിടെ കേട്ടോ. ആകാശം കണ്ടോളൂ. മഴ പെയ്യുമ്പോൾ നല്ല ഫീലാണ് ഇവിടെ. ആണ് പറയുന്നത്. ഇടിമിന്നലൊക്കെ ഉണ്ട് കേട്ടോ അതിൽ കൂടെ. നമുക്ക് എന്തായാലും ഇതിലോട്ട് ചിരട്ട ഇട്ടെടുക്കാം. എത്ര എണ്ണം വേണം? അരപ്പാത്രം. അതാ ചിരട്ടൊക്കെ എടുത്തു. നമുക്ക് പോകാം ഗൈസ്. ചിരട്ടയൊക്കെ എടുത്തു. ഇനി നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകാം. ഇതാ അപ്പം നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ ഈ ടൈമിൽ മയോണൈസ് ഇറക്കായിരുന്നു. എന്തൊരു ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിൽ മയോണൈസൊക്കെ മസ്റ്റാണ് കേട്ടോ. പിന്നെ അൽഫാം ഉണ്ടാക്കും, പിന്നെ മയോണൈസ് ഉണ്ടാക്കാൻ ആക്കില്ലല്ലോ. അങ്ങനെ നമ്മുടെ കുറച്ച് അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് അടുപ്പിലാണ് കേട്ടോ. പിന്നെ മെച്ച് ഇവിടെ റൈസിനെല്ലാം കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മയോണൈസൊക്കെ നമ്മൾ അടിച്ചിട്ടോ. നമ്മൾ മയോണൈസ് പുറത്തുനിന്ന് വാങ്ങലില്ല. കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് വാങ്ങുന്നല്ലാതെ മയോണൈസ് വാങ്ങലില്ല കേട്ടോ. മയോണൈസ് നമ്മൾ എന്നും എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാക്കലാണ്. അപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്താ വെച്ചാൽ മന്തിയല്ല, ഒരു കബ്സ മാറിയിട്ട് വെച്ചിട്ടുള്ളത് മെച്ചി. റിസുവിനെ ഏസിട്ട് തിന്നണല്ലോ കൈസ്. ഓൻ്റെ ഓരോ പൂതി അതാ കണ്ടുപോയി നടക്കട്ടോ. ഇത് പിന്നെ എങ്ങനെയാണ്? റിസുവിന് പിന്നെ ഒരു പൂതി. ഓന് കേസിട്ടാണ്ട് അവിടെ എല്ലാവരും വട്ടത്തിലിരുന്നാണ്ട് അവിടുന്ന് റൂമിൽ നിന്ന് ഫുഡ് കഴിക്കണം എന്ന്. അപ്പം പിന്നെ ഓൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞങ്ങളെല്ലാവരും നിന്നു. അങ്ങനെ പിന്നെ റൈസും അൽഫാമും മയോണൈസും അങ്ങനെ എല്ലാം എടുത്താണ്ട് ഞങ്ങൾ റൂമിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ഗായ്സ് അല്ലേ? എന്താ ഇതൊന്ന് പൊളിച്ച് ഞാൻ വീഡിയോ എടുക്കട്ടെ. ഇജ കാലിട്ട് പറിച്ച് കടിച്ച് കടിച്ചാൻ്റെ കാലിട്ടാണ്ട്
ഷേ അതൊക്കെ ഒരിലോട് തിന്നാണ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം എല്ലാവരോടും സബ്സ്ക്രൈബ് ആക്കുക, ഷെയർ ആക്കുക, കമൻ്റ് ആക്കുക, പിന്നെ നിങ്ങൾ ലൈക്കൊക്കെ ഒട്ടും മറക്കില്ല കേട്ടോ. കാണുന്നല്ലോ എല്ലാവരും ഒന്ന് ലൈക്കാക്കി. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും.